إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. ഏറെ സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, നാം ഓരോരുത്തരെയും നാം അറിയാതെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധി നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അത്തരത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ, സജ്ജനങ്ങളിൽ നാം ഓരോരുത്തരെയും ചേർക്കുകയും അങ്ങനെ തന്നെ സ്വർഗാവകാശികളായി വിട പറഞ്ഞു പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളിൽ കാണുന്ന ശ്രദ്ധേയമായൊരു പ്രയോഗമാണ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ വിശ്വാസികളായി ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ. തീക്കനൽ കയ്യിൻ്റെ ഉള്ളൻ കൈകളിൽ അമർത്തിപ്പിടിച്ചവനെ പോലെയാണ്. യഅ്തി അലന്നാസി സമാൻ അസ്വാബിറു ഫീഹിം അലാ ദീനിഹി കൽ ഖാബിലി അലൽ ജംറ എന്നാണ് ഹദീസിന്റെ ടെക്സ്റ്റ്. ഒരു തീക്കനൽ കയ്യിൻ്റെ ഉള്ളൻ കയ്യിൽ മുറുകെ പിടിക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥത, അതുപോലെ വിശ്വാസികളായി ജീവിക്കാൻ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു കാലം ഈ സമൂഹത്തിലേക്ക് കടന്നു വരാനുണ്ട് എന്ന് സ്വാദിഖുൽ അമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അന്ന് മുസ്ലിം ഐഡന്റിറ്റിയുള്ള കുറേ ആളുകൾ ക്വാളിറ്റി ഇല്ലാത്തവരായിരിക്കും എന്നും അവിടുന്ന് പറഞ്ഞു.
പ്രവാചകന്റെ ഹദീസുകൾ ഉദ്ധരിച്ച് പറയുമ്പോൾ അതിൽ പിന്നെ തർക്കമില്ലല്ലോ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ യൂഷിക്കു അൻ തദാ അലൈക്കുമുൽ ഉമം മിൻ കുല്ലി ഉഫുഖിൻ കമാ തദാ അൽ അക്ലതു ഇലാ ഖസ്അതിഹാ. വിശന്നു വലഞ്ഞ ആളുകൾ വിഭവസമൃദ്ധമായ ഭക്ഷണത്തളികയിലേക്ക് കൈകൾ പ്രവേശിപ്പിച്ച് ധൃതിയിൽ ഭക്ഷിക്കുന്നത് പോലെ ഈ ഉമ്മത്തിനെ ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ ചുറ്റും പാറിപ്പറന്ന് കുത്തിവലിക്കുന്ന ഒരു കാലം. ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഈമാനിന്റെ നിറകുടങ്ങളായ സഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഫമൻ ഖില്ലതി യൗമഇദ്. അന്ന് ഞങ്ങൾ മെജോറിറ്റി ഉണ്ടാകാത്തതുകൊണ്ടാണോ, ആളുകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണോ ശത്രുക്കൾ ഞങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിനെ ആക്രമിക്കുന്നത്? ഹബീബായ പ്രവാചകൻ പറഞ്ഞു, അന്ന് നിങ്ങളുടെ മെജോറിറ്റിയെ വെല്ലാൻ ഒരാശയാദർശങ്ങളും ഉണ്ടാകില്ല എന്നാണ്. അത്രത്തോളം എണ്ണപ്പെരുപ്പം കൊണ്ട് മുമ്പിലായിരിക്കും മുസ്ലിം ഉമ്മത്ത്. പക്ഷെ ക്വാളിറ്റി ഉള്ളവർ കുറവായിരിക്കും. ഹബീബിന്റെ പ്രയോഗം തന്നെ വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ. കുത്തിയൊലിച്ചു വരുന്ന മലവെള്ളപ്പാച്ചിലെ ചപ്പ് ചണ്ടികളെ പോലെയായിരിക്കും. വെള്ളം എങ്ങോട്ടൊലിക്കുന്നോ അങ്ങോട്ടൊലിക്കും. വെള്ളത്തിന്റെ ഗതിവിഗതികൾ എങ്ങനെയാണോ അങ്ങനെ ഒലിച്ചു പോകുന്ന ചപ്പ് ചണ്ടികളെ പോലെ ഈ ഉമ്മത്തായി തീരും. എന്തേ അവർക്ക് ഈ അവസ്ഥ വരാൻ കാരണം? യജ്അൽ അൽ വഹൻ ഫീ ഖുലൂബിക്കും. അവരുടെ ഹൃദയത്തിൽ ഒരു വൈറസ് പ്രവേശിച്ചു. ആ വൈറസിന്റെ പേര് അൽ വഹൻ എന്നാണ്. അറബി അക്ഷരമാലയിലെ 3 അക്ഷരങ്ങളാണ് അതിലുള്ളത്, വഹൻ. പക്ഷെ അത് ആള് ഗൗരവക്കാരനാണ്. ഈ വൈറസ് ഒരു മനുഷ്യ ഹൃദയത്തിൽ പ്രവേശിക്കാനുണ്ടായ 2 കാരണങ്ങളുണ്ട്. ഒന്ന് ഹുബ്ബു ദുനിയ വകറാഹിയത്തുൽ മൗത്ത്. ഹുബ്ബു ദുനിയ എന്ന് പറഞ്ഞാൽ ദുനിയാവിനോടുള്ള അമിതമായ ഇഷ്ടം, ഭ്രമം. വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള വെറുപ്പ്. ഇത് രണ്ടും ഒരാളെ ബാധിച്ചാൽ അവൻ ക്വാളിറ്റി ഇല്ലാത്ത ജീവിതം നയിക്കുന്നവനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ആലോചിച്ചു നിങ്ങൾക്ക് നമ്മൾക്ക് ആർക്കെങ്കിലും ഇത് നിഷേധിക്കാൻ പറ്റുമോ? ഈ 2 അജണ്ട, ഈ 2 ബോധ്യം മനുഷ്യ മനസ്സുകളിൽ നിന്ന് എടുത്തു നീക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ആധാറിലെ കാനേഷുമാരി കണക്ക് ലിസ്റ്റിലെ മുസ്ലിം എന്ന് പറയാമെന്നല്ലാതെ ക്വാളിറ്റി ഇല്ലാത്തവനായി തീരുമെന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ എത്ര സത്യമാണത്. അതുകൊണ്ട് എൻ്റെ ഖുതുബ കേൾക്കുന്ന ആളുകളോട് വളരെ ചുരുക്കി ബ്രീഫാക്കി ചില കാര്യങ്ങൾ പറയാണ്. നാം ഓരോരുത്തരും കഠിനമായി ദീനിൽ ഉറച്ചു നിൽക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. കാരണം സത്യത്തിൻ്റെ കക്ഷികൾക്കെതിരെ അസത്യവാദികൾ കൈകോർത്ത് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഏത് സമയത്തും മനസ്സ് തെറ്റാം. ഒരു ഭാഗത്ത് അസത്യവാദികൾ ഉണ്ടെങ്കിൽ അതിനേക്കാൾ 10 മടങ്ങ് ആളുകൾ ഫിത്നയുടെ മേഖലകളിൽ നൈമിഷിക സുഖങ്ങളിലേക്ക് നമ്മളെ വിളിക്കാൻ വേറെ കുല ടീമുകൾ മറ്റൊരു ഭാഗത്ത്. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ചെറിയ ഈമാനുമായിട്ട് നമ്മൾ ഇങ്ങനെ പോണത്. അള്ളാഹു നമ്മുടെ ഹിദായത്തിനെ നിലനിർത്തുമാറാകട്ടെ. അത് ഞാൻ ഈ പറയുന്നതൊക്കെ എന്നോട് കൂടിയാണ്. അതുകൊണ്ട് എത്രത്തോളം നമ്മളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചാൽ ഹബീബായ പ്രവാചകന്റെ മുന്നിൽ വന്നുകൊണ്ട് അബൂ അംർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. നബിയേ, ഇസ്ലാമിൽ എനിക്ക് ഉറച്ചു നിൽക്കാൻ വല്ല വഴികളും പറഞ്ഞുതരും, തെറ്റിപ്പോകാതിരിക്കാൻ. പ്രശ്നങ്ങൾ മാത്രം പർവ്വതീകരിച്ച് അതിന് പരിഹാരങ്ങൾ പറയാതെ പോയ മതമല്ല ഇസ്ലാം. പ്രശ്നങ്ങൾക്കുള്ള വ്യക്തമായ സൊല്യൂഷൻസ് ഇസ്ലാമിലുണ്ട്. അവ ഉറച്ചു നിൽക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ആമൻതു ബില്ലാഹ്,
നീ ശക്തമായി പ്രഖ്യാപിച്ചോ ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചവനാണ് എന്ന്. അത് ചുണ്ടുകൾ കൊണ്ടും മധുരങ്ങൾ കൊണ്ടുമുള്ള വ്യായാമമല്ല, ഖൽബിൽ നിന്ന് ബഹിർഗമിക്കേണ്ട പ്രഖ്യാപനം. രണ്ടാമത് പറഞ്ഞു കൊടുത്തത് സുമ്മസ്തഖിം, എന്നിട്ട് നേരാവണ്ണം ജീവിച്ചു. അടിത്തറ നന്നാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നീ നന്മകൾ പടുത്തുയർത്തിക്കോ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവർക്കാണ് സന്തോഷ വാർത്ത. നമ്മളൊക്കെ കേട്ട ആയത്താണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്. തീർച്ചയായും എൻ്റെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പിന്നുള്ളത് ഒന്നുകൂടി ടാസ്ക്കാണ്. സുമ്മസ്തഖാമൂ, നേരാവണ്ണം നിലകൊള്ളുകയും ചെയ്തവൻ ആരാണോ തതനസ്സലു അലൈഹിമുൽ മലായിക, ഓരടുക്കലേക്ക് മലക്ക് വരുന്നത് എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ രണ്ട് വികാരങ്ങൾ തളം കെട്ടി നിൽക്കുന്ന സമയത്ത് അത് രണ്ടും വേണ്ട എന്ന് പറയാൻ റബ്ബ് ചില സന്ദേശവാന്മാരെ പറഞ്ഞേക്ക്. എന്താണ് ആ വികാരങ്ങൾ? അല്ലാ തഖാഫു വലാ തഹ്സനു, ദുഃഖിക്കണ്ട, പേടിക്കണ്ട. ആ സമയത്ത് നമ്മളെ നിയന്ത്രിക്കാൻ റബ്ബിന് മാത്രമേ പറ്റുള്ളൂ. ലോകത്ത് ഒരു സംവിധാനങ്ങൾക്കും ആ സമയത്ത് നമ്മൾക്ക് നിർഭയത്വം തരാൻ കഴിയില്ല റബ്ബിനല്ലാതെ. ആ റബ്ബ് ആ സമയത്ത് പറയണ എന്താണ്? പേടിക്കേണ്ട, ദുഃഖിക്കേണ്ട. വാബിശിറൂ ബിൽ ജന്ന, അല്ലാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. ആ ഇസ്തിഖാമത്തോടു കൂടി നീ ജീവിക്കുകയാണോ? പക്ഷെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഭയങ്കര പ്രയാസം. ഇസ്ലാമിന്റെ ഡ്രസ് കോഡ് അണിഞ്ഞവരെ പരിഹസിക്കുന്ന, ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയുമ്പോൾ പരിഹസിക്കുന്ന, ഒരു മുസ്ലിമിന്റെ മുഖത്ത് മുളക്കുന്ന താടി രോമങ്ങളെ വരെ പരിഹസിക്കുന്ന, അതിന്റെ തീവ്രവാദത്തിന്റെ ചാപ്പ കുത്തുന്ന, ലോകത്ത് മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട നന്മകൾ മാത്രം സമ്പന്നമാക്കി കുത്തി നിറക്കപ്പെട്ട ഖുർആനിനെ വരെ തീവ്രവാദത്തിന്റെ ഗ്രന്ഥമാക്കി മാറ്റുന്ന, അത് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രായോഗികവൽക്കരിച്ച് പ്രാക്ടിക്കലാക്കി ജീവിച്ച് കാണിച്ചു തന്ന, സഞ്ചരിക്കുന്ന ഖുർആൻ എന്ന് കാണിച്ചു തന്ന പ്രവാചകനെ വരെ വലിയ എന്തോ ഒരു അധർമ്മകാരിയാണ് എന്നൊക്കെയുള്ള രൂപത്തിലായി ചിത്രീകരിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വഴിതെറ്റിപ്പിക്കാൻ കുറേ സംവിധാനങ്ങളും ആളുകളും കടന്നു വരുമ്പോഴും നമ്മളൊരിക്കലും ലക്ഷ്യം മറക്കാതെ മുന്നോട്ട് പോവുക എന്നാണ്. എന്താണ് നമ്മുടെ ലക്ഷ്യം? എന്താണ് നമ്മുടെ ടാർഗറ്റ്? അത് സ്വർഗ്ഗമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അതാണ് നമ്മുടെ ലക്ഷ്യം, നരകത്തിൽ നിന്നുള്ള രക്ഷ, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം. അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി സമയം കളയാതെ സിറാത്തുൽ മുസ്തഖീമിലൂടെ ദ്രുതഗതിയിൽ സഞ്ചരിക്കാനാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ദീനിനെ ഇഖ്ലാസാക്കിയിട്ട് മുന്നോട്ട് പോകാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ മനുഷ്യരാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കേണ്ടി വരും. അപ്പൊ പതറാതിരിക്കാനുള്ള സൊല്യൂഷൻ പറഞ്ഞു തന്നോ? പ്രാർത്ഥിച്ചു റബ്ബിനോട്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. വിശ്വാസികളെ കാര്യം ഗൗരവമാണ്. അൽഹംദുലില്ലാഹ്, ഈ സമയത്തിലെ, ഈ ദിവസത്തിലെ, ഈ സെക്കൻഡ് വരെ നമ്മളൊക്കെ അഭിമാനം കൊള്ളുന്ന ദീനിൽ നമ്മളുണ്ട്. അടുത്ത നിമിഷങ്ങളിൽ നമ്മൾ എങ്ങനെയാകും? കാരണം നമ്മളൊന്നും അഗാധമായി ദീനെ പഠിച്ചെടുത്ത ആൾക്കാരല്ല. ഒരു വലിയ തെറ്റിദ്ധാരണയുമായി ഒരാൾ വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും അതിൽ നിന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് പരലോകയാത്ര അത് നഷ്ടപ്പെടുന്നതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കച്ചവടക്കാരുണ്ടാവും, ഒരു ശ്രദ്ധിക്കുക, പൂത്തിവെപ്പ് നടത്താതിരിക്കുക, കൊള്ളലാഭം നേടാതിരിക്കുക, അതുപോലെ തന്നെ തട്ടിപ്പും വെട്ടിപ്പ്. നിങ്ങളറിയോ, അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, പഠിപ്പിക്കപ്പെട്ടതുപോലെ ഹലാലായ കച്ചവടം നടത്തി ജീവിച്ചാലോ സിദ്ദീഖീങ്ങളെ ശുഹദാക്കളെ കൂടെ ഇരിക്കും സ്വർഗത്തിൽ നിന്നാണ്. കച്ചവടക്കാരൊക്കെ സന്തോഷിച്ചോളി, പക്ഷെ തട്ടിപ്പും വെട്ടിപ്പും നടത്തണം നല്ല പേടിക്കും ചെയ്തോളി. വൈലുല്ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. ഒരു സൂറത്തിൻ്റെ പേര് തന്നെ അള്ളാഹു മുത്തഫിഫീൻ എന്ന് കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർ. കച്ചവടക്കാരെ ശ്രദ്ധിക്കുക. ആസ്വാദനങ്ങൾ നമുക്കുണ്ട്, മുസ്ലിമിന് ആസ്വാദനങ്ങളില്ല നിങ്ങൾ പറയണേ. പക്ഷെ ആ ആസ്വാദനങ്ങളൊക്കെ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ആസ്വാദനങ്ങളാണ്. പിശാചി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആസ്വാദനങ്ങളോ അതൊക്കെ കുമിളകളായുള്ളൂ. അതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയൊരു അഗാധ ഗർത്തം നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. ചക്കര പുരട്ടിയ കുറെ ആസ്വാദനങ്ങൾ പിശാചി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. അതിൽ വീണുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് ഹലാലാണ് നമ്മൾ ഉറപ്പിക്കുക. നമ്മുടെ വിവാഹ രംഗങ്ങൾ
അവിടങ്ങളിൽ നമ്മൾ യഥാർത്ഥ മുസ്ലിമാണോ എന്ന് ചിന്തിക്കുക. തൻ്റെ സ്വകാര്യതകൾ, ഒറ്റക്കുള്ള ജീവിതം, പലരും പരാജയപ്പെട്ടു പോകുന്നത് അവിടെയാണ്. പ്രത്യേകിച്ച് ഈ മൊബൈൽ ഇന്റർനെറ്റ് കാലഘട്ടത്തിലൊക്കെ സ്വകാര്യതകളിൽ പലതും മറന്നു പോകുന്നു എന്നാണ്. നമ്മൾ കാണുന്ന പലതും നമ്മളെ മക്കൾ കണ്ടാൽ നമ്മളെ അഭിമാനം പോകുന്നു പേടിക്കുന്ന ആൾക്കാർ നമ്മളിൽ പല ആൾക്കാരും. ഞാൻ ഇന്നലെ വരെ മിനിഞ്ഞാന്ന് വരെ ഞാൻ എൻ്റെ മൊബൈലിൽ കണ്ട് ആസ്വദിച്ച വീഡിയോ ക്ലിപ്സുകളിൽ പലതും എൻ്റെ ഭാര്യ കണ്ടാൽ, എൻ്റെ ഭർത്താവ് കണ്ടാൽ ആൾ ചിലപ്പോൾ ലൈഫ് തന്നെ എടുത്ത് വലിച്ചെറിയും. ആ ഒരു പേടി നമുക്കുണ്ട്. പക്ഷെ അള്ളാഹിനെ കുറിച്ചുള്ള ഭയം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടുന്ന ദിവസത്തെ ഭയപ്പെട്ടവർ ആരാണോ, ജന്നത്താൻ, അവർക്ക് 2 സ്വർഗമുണ്ട് എന്നാണ്. കുടുംബരംഗങ്ങൾ ശ്രദ്ധിക്കുക. ഭാര്യയുമായുള്ള ബന്ധം, ഭർത്താവുമായുള്ള ബന്ധം ഇസ്ലാമികാണോ? ഏതെങ്കിലും കുടുംബക്കാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ സൗന്ദര്യപ്പിണക്കം കൊണ്ട് മാറി നിൽക്കുന്നുണ്ടോ? മക്കളെ, മാതാപിതാക്കളെ വിഷയത്തിൽ നിങ്ങൾ പൂർണ്ണരല്ലേ? നന്നായിക്കട്ടോ. കാരണം എന്താ, അടുത്ത സെക്കൻഡിൽ മരണം തേടി വരാം. നമ്മൾ ഇടപെടുന്ന എല്ലാ രംഗങ്ങളും ശ്രദ്ധിക്കാം. കാരണം എന്താ പറയുക, നമുക്കൊരു ലക്ഷ്യമുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ സ്വർഗമാണ് എന്നത്. ഈ മേഖലകളിൽ അള്ളാഹുവിൻ്റെ വെറുപ്പ് സമ്പാദിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു ലെവലേശം അതിനെക്കുറിച്ച് ഇനി മറ്റൊരു ചിന്ത ഇല്ലാതെ എന്ത് ചെയ്യണം? തെറ്റാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിലേ പിന്നെ അതിൽ നിൽക്കരുത്. വിശ്വാസിക്കാൻ കഴിയില്ല എന്നാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളിൽ പലരും പല തെറ്റുകളിൽ ഇങ്ങനെ കെട്ടിവരിഞ്ഞ് കിടക്കുകയാണ്. കാരണം ഒരു വിശ്വാസിയെക്കുറിച്ച് റസൂൽ പറഞ്ഞെന്തറിയോ, ഓൻ തെറ്റിൽ നിൽക്കൂല. കാരണം എന്താ, ഓൻ കെയ്സാണ്. കെയ്സ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ എന്നർത്ഥം. വിശ്വാസിയോളം ബുദ്ധിമാൻ വേറെ ആരുമില്ല എന്ന വഹീന്റെ അടിസ്ഥാനത്തിൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ഹദീസ്? അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. മരണാനന്തരമുള്ള ജീവിതത്തിന്റെ വേണ്ടി കോപ്പ് കൂട്ടുന്നവനാണ് ബുദ്ധിമാൻ. കാരണം ഓൻ അറിയാം മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അനന്തമായ ജീവിതമാണ് അവനെ കാത്തിരിക്കുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന 1, 2, 3 ആയത്തുകളാണ്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസാ. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. പക്ഷെ നിങ്ങൾ ദുനിയാവിലെ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയാണ് ചില ആൾക്കാർ. ഈ ദുനിയാവിനെയും പരലോകത്തെ സൃഷ്ടിച്ച റബ്ബ് പറയണേ, കൊടുക്കേണ്ടടോ പ്രാധാന്യം ദുനിയാവിന്, അല്ലേ? പക്ഷെ പിശാച് നമ്മോട് പറഞ്ഞെന്താ, ഇതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ ആർക്കാ ഉത്തരം കൊടുത്ത്? അല്ലാഹു പറയാൻ, വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. പരലോകം അതാണ് എന്നും ബാക്കിയാകുന്ന ലോകം. പച്ചക്ക് പറയണം അല്ലാഹു, ഏറ്റവും ഖൈറും ആ ലോകാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്ന ഹാദാ ലഫി സുഹ്ഫിൽ ഊലാ. 1-ാമത്തെ ഏടുകളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഏട്? സുഹ്ഫി ഇബ്രാഹീമ വ മൂസ. മൂസാ നബിക്കും ഇബ്രാഹിം നബിക്കും കൊടുത്ത ഏടുകളുണ്ടായിരുന്നു. അതിലൊക്കെ അത് പറഞ്ഞു വെച്ച കാര്യങ്ങളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എത്ര കൃത്യമായിട്ടാണ് പറയണത്, അല്ലേ? മാത്രമല്ല നമ്മളൊക്കെ ദിവസം റബ്ബിനോട് പ്രഖ്യാപിക്കണം എന്താണ്? നമ്മളെല്ലാവരും അദ്കാറുകളൊക്കെ ചൊല്ലുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലില്ലേ? നമ്മളെന്താ പറയില്ല, റളീതു ബില്ലാഹി റബ്ബ, ഞാൻ എൻ്റെ റബ്ബിനെ കുറിച്ച് പൂർണ്ണമായ സാറ്റിസ്ഫൈഡ് ആണ്, തൃപ്തനാണ്. തീർന്നോ? വബിൽ ഇസ്ലാമി ദീന, ആ റബ്ബന്നിലേക്ക് നൽകിയ മതമായ ദീനിലും ഞാൻ സംതൃപ്തനാണ്, അതും 100-ൽ 100%. ഇത് പ്രഖ്യാപിച്ചിട്ട് നമ്മൾ പലതിനോടും അവജ്ഞത കാണിച്ചാലോ അത് വിശ്വാസവഞ്ചന എന്നാണോ പറയാ, കളവ് എന്നാണോ പറയാ? അതിന് നിങ്ങൾ പേരിട്ടോളി. നബി മുഹമ്മദ് റസൂലാന്നും കൂടി ഉണ്ടായില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി എൻ്റെ ദൂതനാണ്, എന്നിലേക്ക് അയക്കപ്പെട്ട ദൂതനാണ്. ഇസ്ലാം തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ പ്രകടിപ്പിക്കാൻ എന്തോ ഒരു മടി. ഇന്നരിയാണ് എൻ്റെ മേലെ ഡ്രസ്സ് ഇട്ട് നടന്നാലേ ഓളെന്താ വിചാരിക്കുക, ഓനെന്താ വിചാരിക്കുക, ഒരു വിശ്വാസം എന്താ വിചാരിക്കരോ? ഞാൻ അങ്ങനെ നടന്നില്ലെങ്കിൽ എൻ്റെ റബ്ബ് എന്താ വിചാരിക്കുക? ശരിയല്ലേ? ഞാൻ ഈ പറഞ്ഞതൊക്കെ നിഷേധിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല എന്നുള്ളത്. പക്ഷെ ചില ആൾക്കാർ പറയും, ഉസ്താദ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണെന്ന് അറിയാം, പക്ഷെ നമ്മുടെ സമൂഹം അതാ പറഞ്ഞത്, സമൂഹത്തിന്റെ ഗതിവിഗതിക്കനുസരിച്ച് സഞ്ചരിക്കേണ്ടവനല്ല വിശ്വാസി.
അതാണ് പറഞ്ഞത്, തീക്കട്ട കയ്യിൽ ഇങ്ങനെ വെച്ചവനെ പോലെ എന്നല്ല. എൻ്റെ ഖുത്ബയുടെ ആദ്യത്തിൽ ഞാൻ പറഞ്ഞു പിടിച്ചവനെ പോലെ. ആ പ്രയോഗം കണ്ടോ നിങ്ങൾ? ഇതൊക്കെ വഹിയല്ലാതെ, വഹിയിലൂടെ അല്ലാതെ എങ്ങനെ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റും? ഒട്ടകത്തിന്റെ കാൽപ്പാടുകൾ മരുഭൂമിയിൽ കണ്ടാൽ ഇതിലൂടെ ഒരു ഒട്ടകം കടന്നുപോയിട്ടുണ്ടെന്ന് പറയാൻ മാത്രം അറിഞ്ഞിരുന്ന ജനതയിൽ ജീവിച്ചൊരു മനുഷ്യൻ എങ്ങനെയാണ് 21-ാം നൂറ്റാണ്ടിലെ മഹാത്ഭുതങ്ങളെ വെല്ലുന്ന രൂപത്തിൽ തിളക്കമുള്ള വാക്കുകളായി സംസാരിച്ചത്? നമ്മൾ പറയും അതേ ഇത് പ്രവാചകന്റെ വചനങ്ങളല്ല, പിന്നെയോ ലോകത്തിന്റെ ത്രികാലജ്ഞാനിയായ സൂക്ഷ്മജ്ഞാനിയായ റബ്ബിന്റെ വചനങ്ങളാണ് ഇതൊക്കെ എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹ് പറയാണ്, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ആ തൃപ്തി നേടിയെടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കൊണ്ടു നടക്കുന്ന പലതും കൊണ്ടും മുന്നോട്ട് പോയാൽ നടക്കുമെന്ന് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദീനി നിയമങ്ങളോട് അകൽച്ച വരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ചില ആൾക്കാർ പറയും, ഉസ്താദേ എന്നോട് മിഞ്ഞാന്ന് ഒരാൾ പറയണം, ബുധനാഴ്ച പറയണം ഒരാൾ, ഉസ്താദേ എന്തോ ഈ ബാധത്തുകളോട് ഒരു ആസ്വാദനങ്ങൾ കിട്ടുന്നില്ല എന്ന്. ആരാ പറയണത് അറിയോ? ഒരു നല്ല ഒരു മുജാഹിദ്, ഒരു ഇബാദത്തിനോട് ഒരു താല്പര്യമേ കിട്ടുന്നില്ല. സുജൂദ് ചെയ്യുമ്പോൾ എനിക്കതിൽ ആസ്വദിക്കാൻ പറ്റുന്നില്ല. സഹോദരങ്ങളെ, നല്ല രുചികരമായ ഭക്ഷണം നാവിലേക്ക് വെക്കുമ്പോൾ, വായിലേക്ക് വെക്കുമ്പോൾ അതെനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന് കാര്യമായ എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? അതിനേക്കാൾ വലിയ മധുരവും സുഖവും സമാധാനവും നൽകുന്ന വലിയ മനസ്സിൻ്റെ കൂത്താണ്, ഭക്ഷണമാണ് ദീൻ, അതിൻ്റെ ഇബാദത്തുകൾ. അതുകൊണ്ട് സുഖം സമാധാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈമാനം നാട് നീങ്ങിയെന്നതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞതാണ്, ഹൃദയം നന്നാകാൻ 2 പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു. ഒന്നെന്താ പറയുക, അല്ലാഹുമ്മ ജഅൽ ഖൽബി നൂറ, റബ്ബേ ഹൃദയത്തിൽ ഇരുട്ട് വന്നിട്ടുണ്ട്, അതിനെ വെളിച്ചാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ, അല്ലാഹുവേ നിന്നെ പേടിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. തെറ്റ് ചെയ്യാൻ ഒരു മനസ്സങ്കോചം ഇല്ലാതിരിക്കുക എന്നുള്ളത് ഉണ്ടല്ലേ? തെറ്റിനെതിരെ പ്രതികരിക്കുന്ന ആളുകൾ ഒറ്റപ്പെടുന്ന കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഉള്ളത്. അപ്പൊ നമ്മളിപ്പോ ഒരു പുതിയ ചർച്ച ഇങ്ങനെ ഹൈലൈറ്റ് ആയിക്കൊണ്ട് നടക്കണ്ടേ, സൂംബ ഡാൻസ് അല്ലേ? അത് മൊബൈലുകളിലും വാർത്താ മാധ്യമങ്ങളിലും, അത് ദൃശ്യശ്രാവ്യ ഏത് മാധ്യമങ്ങളിലായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഞാനൊക്കെ ആലോചിക്കുന്ന കാര്യം എന്താ അറിയോ? ചിലപ്പോൾ ഈ പേടി ഇങ്ങൊക്കെ ഉണ്ടാവും. നമ്മളെ മക്കളൊക്കെ ഒരു 5-ാമത്തെ വയസ്സായി കഴിഞ്ഞാൽ ചെറിയ രൂപത്തിലുള്ള ക്യാമ്പസ് പഠനങ്ങളിലേക്ക് ചെല്ലുകയാണ്. പിന്നീട് 10-22 വയസ്സുവരെ ഓലെ വാർത്തെടുക്കുന്നത് സ്കൂളിലെ വിദ്യാഭ്യാസങ്ങളും സംസ്കാരങ്ങളും അവിടെയുള്ള കൂട്ടുകെട്ടുകളൊക്കെയാണ്. നമ്മൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടി മക്കളെ ജീവിതത്തിലെ പലതും ഹോമിപ്പിച്ച് നമ്മൾ അവരെ വളർത്തിയെടുത്തോ, അതൊക്കെ കളഞ്ഞു കുടിച്ചിട്ടാണ് നമ്മുടെ മക്കളെ പിന്നെ നമുക്ക് കിട്ടുന്നത്. അള്ളാഹിനെ കുറിച്ച് ബോധം ഉണ്ടായിരുന്ന മക്കള് അള്ളന്നല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുക. കാരണം നമ്മളെ പാഠപുസ്തകങ്ങളിൽ വരെ ലിബറൽ വാദങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതം എന്തിനാ ചോദിക്കണത്? പാഠപുസ്തകത്തിലെ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രഖ്യാപനം കാണുകയുണ്ടായി, ക്യാമ്പസുകളിൽ മതം ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്ന്. എങ്കിൽ ആദ്യം വലിച്ചെറിയേണ്ടത് ഈ ലിബറൽ വാദങ്ങളാണ് പാഠപുസ്തകങ്ങളിൽ നിന്ന്. അതെന്തിനാ കുട്ടികളെ പഠിപ്പിക്കണേ? അതിന്റെ അടിവേര അറുത്തിട്ടുള്ള കാര്യമുള്ളൂ, അല്ലാതെ അതിനെ ഈ തൊലിപ്പുറത്ത് മരുന്നിച്ചിട്ട് എന്താ കാര്യം? ഒരു പ്രധാനപ്പെട്ട ബൈപ്പാസ് സർജറി ചെയ്യേണ്ട സ്ഥലത്ത് തൊലിപ്പുറത്ത് മരുന്നിച്ചിട്ട് കാര്യമില്ല. അവിടെയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെതിരെ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുക? എന്തായാലും അതിൽ 90% തെറ്റുകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ വേറെ ഒന്നും ഉദ്ദേശം പറയല്ല, നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റണം. നമ്മുടെ മക്കളെ വിഷയത്തിലെങ്കിലും നമുക്കൊരു നാടിനൊന്നും മാറ്റിയെടുക്കാൻ പറ്റൂല. ഒരു ഹുതുബ കൊണ്ട് ഒരു രാജ്യവും സമൂഹവും ഒരു വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനൊന്നും പറ്റൂല. പക്ഷേ ഒരു ചെറിയ എള്ളു പോലെയുള്ള ഒരു ചിന്തക്കൊരാൾക്കത് കാരണമായാൽ അത് വലിയ ഹൈറാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്ത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനക്കാരെങ്കിലും എതിരെ പ്രവർത്തിക്കുകയാണോ, അവർ ശ്രദ്ധിച്ചുകൊള്ളട്ടെ, വല്ല ഫിത്നയും അവരെ ബാധിക്കുന്നവർ പേടിച്ചു കൊള്ളട്ടെ. ഫിത്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മളൊക്കെ അല്ല. വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്തി എന്ന് എന്നും പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അവസാന തിരസ്കാരത്തിൽ ജീവിതത്തിലെയും മരണത്തിലെയും ഫിത്നയിൽ നിന്ന് കാക്കണേ അത് പ്രാർത്ഥിക്കും ചെയ്യുക, ഫിത്നയൊക്കെ കൂട്ടും കൊടുക്കും ചെയ്യുക. പിന്നെ അള്ളാഹ് ഉത്തരം ചെയ്യും.
ഉത്തരം ചെയ്യോ? അവിടെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, തുസീബുഹും ഫിത്ന, റസൂലുള്ളാഹിക്ക് എതിരെ ദീനിനെതിരെ പ്രവർത്തിക്കുന്നവർ ഫിത്ന ഭയപ്പെട്ടുകൊള്ളട്ടെ. രണ്ടാമത് പറഞ്ഞെന്തറിയോ? ഔ യുസീബഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവരെ ബാധിക്കുന്നവർ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്നാണ്. ഒരു വിശ്വാസി എങ്ങനെ നോക്കാം നിങ്ങൾ? ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു പോകാൻ പറ്റിയ തെറ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് മിണ്ടാണ്ടിരുന്നൂടെ എന്ന് പറയുന്നവരോട് ഈ തെറ്റിന്റെ ഗ്രാഫ് നോക്കിയിട്ട് അത് വലുതാണോ ചെറുതാണോ നോക്കിയിട്ട് ഇങ്ങനെ അതിങ്ങനെ ചെയ്യാൻ നടക്കുന്ന ആൾക്കാരല്ല വിശ്വാസി. വിശ്വാസി ടോട്ടലി ആയിട്ട് എന്താ ചിന്തിക്കാരോ? തെറ്റിഞ്ഞ് ചെറുതാണേലും വലുതാണേലും എൻ്റെ റബ്ബിനെതിരാണോ, എൻ്റെ ഹബീബായ മുത്തു നേതാവിനെതിരാണോ? എങ്കിൽ ഞാൻ അതിലേക്ക് ഇല്ല എന്ന് തീരുമാനിച്ചാൽ എൻ്റെ ജീവൻ വരയിൽ നഷ്ടായാൽ ഇസ്ലാം അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. ചില ആളുകൾ പറയണേ, അദ്ദേഹം പറഞ്ഞോണ്ടല്ലേ അയാളെ ജോലി പോയത്, അയാൾക്കില്ലാത്ത ഇറങ്ങാറ പോയി അമ്മക്ക്. നമ്മളെ ചെവിയിൽ ഇങ്ങനെ കേൾക്കണവരെടുത്തരുത്. അൽഹംദുലില്ലാ, അദ്ദേഹത്തിന് അള്ളാഹ് അനുഗ്രഹിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിലുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ എടുത്ത നിലപാടുമായി സമൂഹം സഹോദരങ്ങളെ തിരിച്ചറിവ് നൽകുന്ന അള്ളാഹ് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. ലിബറൽ ചിന്താഗതികൾ അപകടകരമാണ്. നമ്മുടെ കുട്ടികളെ പാഠപുസ്തകങ്ങളിൽ അത് വരികയാണ്. മീഡിയക്കാരുടെ തട്ടട്ട കുട്ടികൾ ചോദിക്കുകയാണ് അല്ലേ, മുസ്ലിം രക്ഷിതാക്കളെ മാതാപിതാക്കൾ കുട്ടികൾ ചോദിക്കണേ, ഇസ്ലാമിലൊരു അഴിച്ചുപണി വേണം, ഇസ്ലാമിലൊരു അഴിച്ചുപണി വേണം. ഇത്തരം അഭിപ്രായങ്ങൾ സമൂഹ മധ്യത്തിൽ കിടപ്പറകളിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന റീൽസുകളിൽ അത് സ്ക്രീനുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോ അത് കാണുന്ന പുതിയ സമൂഹം എങ്ങോട്ടാ പോവുക? അടിവേരറുക്കുകയാണ്. കേവലം ഒരു ഡാൻസിലും മ്യൂസിക്കിലും അവസാനിക്കുന്നതല്ല ഇത്. പൂർണ്ണമായും മനുഷ്യനെ പൈശാചികമായ ആസ്വാദനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. ആണും പെണ്ണും കൂടിക്കലരുക എന്നുള്ളതും ഇസ്ലാമിൽ അതിഗൗരവമായ കാര്യം തന്നെയാണ്. ലജ്ജ നഷ്ടപ്പെട്ടു, ഉറപ്പല്ലേ? എന്തായാലും ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ ഒരുമിച്ച് തുള്ളും, എന്തായാലും സ്വാഭാവികമായും ഒരു മനുഷ്യന് പ്രകൃതിയാ ഉണ്ടാകേണ്ടെന്ന ലജ്ജ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എല്ലാ മതങ്ങൾക്കും അവരുടേതായ സൽസ്വഭാവങ്ങളുണ്ടെന്ന് റസൂൽ പറഞ്ഞപ്പോൾ നമ്മുടെ മതത്തിന്റെ ഏറ്റവും വലിയ സൽസ്വഭാവമായി പറഞ്ഞത് വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ എന്നാണ് പറഞ്ഞത്. ഇസ്ലാമിന്റെ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ലജ്ജയാണ്. ആ ലജ്ജ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇത്തരം ഡാൻസും പാട്ടുമെല്ലാം ആരംഭിക്കുന്നത് സംഭവിക്കുന്നത് മനുഷ്യന്റെ ലജ്ജയെ മുച്ചൂടം തകർത്ത് കളയുന്ന അവസ്ഥയിലേക്കാണ്. മാത്രമല്ല മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മൻ ഖല്ല ഹയാഉഹു ഖല്ല വറഅഹു എന്നാണ്. ആരിലാണോ ലജ്ജ കുറഞ്ഞത് അവനിൽ സൂക്ഷ്മത നഷ്ടപ്പെട്ടു, തഖ്വ ഉണ്ടാവില്ല. മാത്രമല്ല അദ്ദേഹം പറയും വമൻ ഖല്ല വറഅഹു മാത ഖൽബഹു, ആരിൽ നിന്നാണോ തഖ്വ നഷ്ടപ്പെട്ടത് ഒരു ഹൃദയം ചത്തുപോകുമെന്ന് സ്വർഗാവകാശിയായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ മുസ്ലിം രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, അധർമ്മങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ PTA മീറ്റിങ്ങിലൊക്കെ ചെല്ലുമ്പോൾ ഒന്ന് എണീറ്റെന്ന് വർത്താനം പറയാൻ നമുക്ക് പറ്റണം. നമ്മൾ എവിടെയൊക്കെ ഒച്ച മുന്തിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ എവിടെയൊക്കെ പ്രതികരിക്കുന്ന ആളുകളാണ്. നമ്മളിൽ പല ആളുകൾ ഇതിനൊക്കെ റാൻമൂളികളാകണോണ്ട് തന്നെയാണ് പലർക്കും ഈ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ നമ്മുടെ സ്കൂളുകളിൽ കൊണ്ടുവരാൻ അത് കാരണമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലേ, അവരുടെ റൂമിൽ 2 കബറുണ്ട്. ജീവിച്ചിരിക്കുന്ന നാളിലെ അവിടത്തേക്ക് 18ാമത്തെ വയസ്സാകുമ്പോഴാണ് റസൂലുള്ളാഹിന്റെ വഫാത്ത്. 40 ചില്ലാനം കൊല്ലം നബിന്റെ വഫാത്തിന് ശേഷം അവർ ജീവിച്ചു. നബി അവരുടെ ഹുജറയിലാണ് റസൂലുള്ളാഹിന്റെ കബറുള്ളത്. ആ കബറിന്റെ തൊട്ടടുത്തേക്ക് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു കബർ കൂടി വന്നു, ആയിഷ ഉമ്മയുടെ ഉപ്പയായ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കബർ. ഈ 2 കബറും മൂലം ഇടക്കിടക്ക് സന്ദർശിക്കും. അബൂബക്കറിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കബറിന്റെ അരികിലേക്ക് പോകുമ്പോൾ ആയിഷ ഉമ്മ തലയിൽ മക്കനിടാറില്ല, കാരണം വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണല്ലോ. പക്ഷെ ഉമർ റളിയല്ലാഹുവിന്റെ കബർ കൂടി പിൽക്കാലത്തടെ വന്നു. ചരിത്രം നമുക്കറിയാലോ. മരിച്ചു കിടക്കുന്ന ഉമർ ആദ്യത്തെ 2 പേരെ പോലത്തെ മഹറമല്ല, ഒരു അന്യപുരുഷനാണ്. ഇസ്ലാമിക നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ആയിഷ ബിക്ക് അന്യപുരുഷനാണ്. പിന്നീട് ആയിഷ ഉമ്മ ഖബർ സന്ദർശിക്കാൻ പോയിരുന്നത് പൂർണ്ണ ഹിജാബ് ധരിച്ചിട്ടാണെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ ആര് കാണാനാ? ഖബർ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടിട്ടാണോ? അല്ല. ആ ഒരു സൂക്ഷ്മത, ആ ഒരു ശ്രദ്ധ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗാവകാശിയാണ്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, രോഗാതുരമായ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അന്യ നാടുകളിലേക്കൊക്കെ യാത്ര പോയിരുന്ന സമയത്ത് ശവമഞ്ചത്തിലേറ്റിയിട്ട് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് മേലെങ്ങനെ ഒരു മറയിട്ട് കൊണ്ടുപോകുന്ന നാടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
അങ്ങനെ എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു സംസ്കാരം കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവർ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫാത്തിമ ബീബി പറയണമെങ്കിൽ എൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഞാനതവിടെ മരിക്കുകയാണെങ്കിൽ എൻ്റെ മയ്യത്തിൻ്റെ ആ ശവമഞ്ചത്തിൻ്റെ മുകളിൽ അങ്ങനെ മറ വെക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കുമെന്ന് ചോദിക്കേണ്ടായി. മാത്രമല്ല നിങ്ങളൊരു കാര്യം കൂടി എനിക്ക് ചെയ്യണം. എൻ്റെ ശരീരം മയ്യത്ത് നിങ്ങൾ 3 കഷ്ണം തുണിയിൽ പൊതിയുമ്പോൾ മറ്റു മയ്യത്തുകൾ ടൈറ്റാക്കുന്നത് പോലെ വരിഞ്ഞു കെട്ടരുത് എന്നാണ്. എൻ്റെ നിമ്നോന്നതകൾ മറ്റുള്ളവർക്കത് പ്രകടമാകാൻ കാരണമാകുമെന്ന് പറഞ്ഞ സൂക്ഷ്മതയുടെ പ്രതീകമായ സ്വർഗാവകാശിയായ ഹബീബിൻ്റെ കരളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രയോഗം ഈ ഉമ്മത്തിലെ പെൺകുട്ടികൾക്ക് ബാധകമല്ലേ? അവർക്ക് സ്വർഗം വേണ്ടേ? ഇങ്ങനെ എത്ര ഉണ്ട് കാര്യങ്ങൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ കുറേ വിഷയങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ സമൂഹത്തിന് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. നമുക്കൊക്കെ അറിയാം, നമ്മൾ പുതിയൊരു വർഷത്തിലാണ്. പുതിയ വർഷത്തിലെ ആദ്യ മാസത്തിലെ ആദ്യ 10ൻ്റെ ഉള്ളിലപ്പം ഉള്ളത് മുഹറം മാസം. ഇന്ന് മുഹറം 7ആണ്. കണക്ക് പ്രകാരം നമുക്ക് വരാനുള്ള 2 മുഹറം 9, 10ൻ്റെ നോമ്പ് ഞായറും തിങ്കളുമാണ്. വ്യവസ്ഥാപിതമായ ഹബീബായ റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതുപോലെയുള്ള മാസം കാണുന്നതും കാണാതിരിക്കുന്നതുമായിട്ടുള്ള അടിസ്ഥാനത്തിൽ ഈ മാസം കഴിഞ്ഞ ദുൽഹിജ്ജയിൽ നമുക്ക് മാസം കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ദുൽഹിജ്ജ 30 പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വെള്ളിയാഴ്ച മുഹറം 7ആണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഞായറാഴ്ച മുഹറം 9ആണ്, തിങ്കളാഴ്ച മുഹറം 10ആണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഖുത്ബയിൽ പറഞ്ഞിരുന്നു, എല്ലാ വിശ്വാസികളും മുഹറം 9ൻ്റെയും 10ൻ്റെയും നോമ്പ് നോൽക്കണം. കുടുംബത്തെ നമ്മൾ അതിനു വേണ്ടി സജ്ജരാക്കണമെന്ന് ഉണർത്തുകയുണ്ടായി. ഈ ഹിജ്രിയ കലണ്ടറുമായിട്ടൊരു കാര്യം പറയുമ്പോൾ ഇസ്ലാമിലെ പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെ കടന്നുപോയ സമയമായിരുന്നു ഇസ്ലാമിലെ ഹിജറ എന്ന് പറയുന്നത്. സഹാബികൾ പറയുന്നുണ്ട്, മക്കം ഫതഹിന് ശേഷം ഇനി ഒരു ഹിജറയില്ല എന്നാണ്. മക്കം ഫതഹിന് ശേഷം ഇനി ഒരു ഹിജറ ഇല്ല എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് സഹാബികൾ ആദ്യമായി മദീനയിലേക്ക് ഹിജറ പോയി തുടങ്ങുന്നത് മുഹറം മാസത്തിലാണ്. പിന്നീട് മുഹറം അവിടുന്ന് അങ്ങോട്ട് റബീഉൽ അവ്വൽ വരെ ഹിജറയുടെ ആളുകൾ ഇങ്ങനെ ഇടക്കിടക്ക് ഒറ്റയും തെറ്റയായിട്ട് പോയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഹിജറ റബീഉൽ അവ്വലാണ്. റസൂലുള്ളാഹിന്റെ ഹിജറ റബീഉൽ അവ്വലാണ്. ഈ ഹിജറയുടെ ചരിത്രം ഇങ്ങനെ വായിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. 8 ദിവസത്തെ യാത്രയാണ്. വീട് വളഞ്ഞ ശത്രുക്കളുടെ ചരിത്രം നമ്മൾ കേട്ടു. ഒരു പിടി മണൽ വാരി എറിഞ്ഞ് ശത്രുക്കളെ കണ്ണിലേക്ക് അല്ലാതെ എത്തിച്ചു എന്നൊക്കെ പറഞ്ഞു. ഒരു അത്ഭുതം സംഭവിച്ചോടെ. നേരെ പോണത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലാണ്. ഹിജറക്ക് വേണ്ടി നിങ്ങളെ ഞാൻ എൻ്റെ കൂടെ തിരഞ്ഞെടുത്തിരിക്കുന്നു പറഞ്ഞു. സന്തോഷം കൊണ്ട് കരഞ്ഞു. ആയിഷ ഉമ്മ പറഞ്ഞു, സന്തോഷം കൊണ്ട് ഒരാൾ കരയില്ലേ? എനിക്ക് അന്ന് മനസ്സിലായതെന്നാണ് അല്ലേ. ഹിജറക്ക് പോകണം, നാടും വീടും വിട്ടൊക്കെ പോകാൻ, നബിന്റെ കൂടെ പോകാൻ തിരഞ്ഞെടുത്തതിന്റെ സന്തോഷം. ആ ഈമാൻ എന്താണ്? അതിന് എവിടെ ഇട്ടിട്ട് നമ്മൾ തൂക്കേണ്ടത്? അതിനെന്ത് വാക്കാ പറയേണ്ടത്? ജീവൻ കൊടുത്തുള്ള യാത്ര നിങ്ങൾക്കറിയോ? നേരെ കൂടെ സൗർമലിന്റെ മേലെയാണ്. അവിടെ തീരെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കട്ടെ. സംഭവം ഓക്കെയാണ്, അന്തരീക്ഷം റെഡിയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നബിനെ ഉള്ളിൽ വിളിച്ചു കയറി. ഉടനെ റസൂലുള്ളാഹി അബൂബക്കർ തന്നെ മടിയിൽ തലവെച്ച് കിടന്നിട്ടുണ്ട് ക്ഷീണം കൊണ്ട്. പക്ഷെ മുമ്പിലുണ്ടായിരുന്നൊരു ഹോള് തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് അടച്ചു പിടിച്ചു. അത് അടക്കാൻ അദ്ദേഹം മറന്നിരുന്നു. അതിനെന്തോ ഒരു ജീവി അദ്ദേഹത്തെ കടിച്ചു, വിഷം തീണ്ടി. പക്ഷെ അനങ്ങാതെ നിന്നുന്നാ, കാരണം മടിയിൽ കിടക്കുന്നത് നബിയാണ്. സുബ്ഹാനല്ലാഹ്. നബിയെ എന്നെ എന്തോ കടിച്ചു എന്ന് പറഞ്ഞാൽ പാടൊന്നും സംഭവിക്കൊന്നുമില്ല. പക്ഷെ അതുപോലും പറഞ്ഞില്ല. വേദന സഹിച്ച് അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ണിന്ന് വെള്ളം പൊട്ടി. കണ്ണറാതെ അടച്ചപ്പോ കണ്ണിൽ നിന്ന് കവിളിലൂടെ സജലമായ കണ്ണീർ മടിയിൽ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഒറ്റി വീണപ്പോൾ റസൂലുള്ളാഹി ഉണരുന്നുണ്ട്. എന്ത് പറ്റി? കാര്യം പറഞ്ഞു. കാണിച്ചു കൊടുത്തപ്പോൾ കാലിന്റെ കളറ് മാറിയിരിക്കണം അല്ലേ. അത്ഭുതങ്ങൾ സംഭവിച്ച ദിവസങ്ങൾ 2-2.5 ദിവസം ഗുഹന്റെ ഉള്ളിലുണ്ടായിരുന്നു. ശത്രുക്കൾ അവിടെ വരെ എത്തി. പ്രമാണിമാരുടെ ദാറുന്നതവയിലെ ഓഫർ സ്വീകരിക്കാൻ വേണ്ടി അല്ലേ അവിടെ എത്തി. 1000 ഒട്ടകങ്ങൾ 100 ഒട്ടകങ്ങൾ എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. ആ മലയിറങ്ങി അവർ പോകുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖീത്ത് എന്ന് പറയുന്ന കാഫറിനെ വഴികാട്ടിയായി സ്വീകരിച്ചിട്ടാണ്. 3-4 ദിവസം അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം പോയി. പ്ലാനിങ് ഉണ്ടായിരുന്നു. ഭക്ഷണം എവിടെ നിന്നാണ്, യാത്ര എങ്ങനെയാണ്. ആ കനൽപഥങ്ങളിലൂടെയുള്ള യാത്രകൾ ഇനിയില്ല.
പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു ഹിജറ ഇനിയുമുണ്ട്. അതേതാ? തെറ്റുകളിൽ നിന്നുള്ള ഹിജറയാണ്. മദ്യപാനികൾ, ലഹരി ഉപയോഗിക്കുന്നവർ, പലിശ ഇടപാടുകാർ, കുടുംബ മേഖലകൾ, ഛിദ്രതയിൽ അകപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ ദീനീ രംഗം കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോയവർ, ഈ തിന്മകളിൽ നിന്നൊക്കെ നമുക്കൊരു ഹിജറയുണ്ട്. അതിന് നമ്മൾ തയ്യാറാക്കണം. അപ്പോഴേ നമുക്ക് സ്വർഗം ഉണ്ടാവുള്ളൂ. ആ സന്ദേശമാണ് ഇസ്ലാം നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ പുതിയ വർഷം ചില ആളുകളൊക്കെ നമ്മളെ ഗ്രൂപ്പുകൾ ഇട്ട് കണ്ടു, മുഹറം മാസം പുതുവത്സരാശംസകൾ. അത് നമുക്ക് യോജിച്ചതല്ല. അങ്ങനെ പുതുവത്സരാശംസകൾ എന്ന് പറയാൻ മാത്രം സന്തോഷിക്കേണ്ട സമയമൊന്നുമല്ല. കാരണം എന്താ, ഒരു കൊല്ലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പെയ്ക്കാണ്. അതിനിപ്പോൾ സന്തോഷിക്കുക വേണ്ടേ അല്ലേ? ഇരുന്നൊരു മൂലക്കെ ഇരുന്നിട്ട് ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയത്ത് നമുക്ക് ചോദിച്ചത് അമുസ്ലിങ്ങളുടെ രീതിയാണ്. വർഷങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അതിങ്ങനെ ആഘോഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വർഷം ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം കുറിക്കാൻ നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റണം. നല്ല ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുക. എൻ്റെ സംസാരത്തിൽ പല ആളുകൾക്കും വേദന ഉണ്ടാകാം. അത് നിങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ വേണ്ടി പറഞ്ഞതാണെന്നുള്ള ഒരു വൈകാരിക തലത്തിൽ അതിനെടുത്ത് മനസ്സിലാക്കണം എന്ന് മാത്രം ഉണർത്തുക. നമുക്കൊക്കെ പരസ്പരം സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. എന്ത് പരസ്പരം നമ്മൾ പറഞ്ഞാലും നമുക്ക് സ്നേഹമുള്ളൂ. നമുക്ക് മുസ്ലിമായിട്ട് മരിക്കണം. നമ്മളെ കാത്തിരിക്കുന്ന ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സും വിഭാവനം ചെയ്യാത്ത, വറസിൻ്റെ മണ്ണുള്ള, മരണമില്ലാത്ത, സൗന്ദര്യത്തിൻ്റെ പ്രതീകങ്ങളായ ആര് ഇസ്ലാമിൻ്റെ സ്വർഗങ്ങളെ ട്രോളിയാലും ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് ശേഷവും ഇവിടെ പച്ചയായി തിളക്കമുറ്റതായി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ആ ഖുർആനിൻ്റെ 1/3 ഭാഗം അല്ലാഹു ഉപയോഗിച്ചത് പരലോകത്തെക്കുറിച്ച് പറയാനാണ്. ഖുതൂഫുഹാ ദാനിയ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഗ്സീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. ആ സമാധാനത്തിൻ്റെ സ്വർഗം നമുക്ക് നേടണം. നമ്മുടെ മക്കൾ അവിടെ ഉണ്ടാകണം. അതിനെന്ത് വേണം? ഇന്ന് മുതൽ സമൂലമായൊരു മാറ്റത്തിൻ്റെ നിലപാടുകൾക്ക് നമ്മൾ തയ്യാറാവുക. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ പരീക്ഷണങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത രോഗികളുണ്ട്. വസിയത്ത് ചെയ്യാത്ത ഈ കൂട്ടത്തിലും പല ആളുകൾ ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. മാനസികമായിട്ട് അസ്വസ്ഥതകൾ, അസമാധാനങ്ങൾ, പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് പല രംഗങ്ങളിൽ. അള്ളാഹു അത്തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ നീക്കം ചെയ്ത് പകരം നിർഭയത്വവും സമാധാനവും നമ്മുടെ മനസ്സുകളിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിക്കുന്ന നാളുകളുടെ എണ്ണം എത്രയാണോ അത്രയും നാൾ ആഫിയത്തുള്ള ശരീരത്തോടെ ജീവിക്കാനുള്ള തൗഫീഖിനെ റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വർഷകാലമാണ്, മഴക്കാലമാണ്. അപകടങ്ങൾ ഏത് സമയത്തും നമ്മൾ പ്രതീക്ഷിക്കാതെ കടന്നു വരാം. അള്ളാഹു വർഷകാലത്തുള്ള എല്ലാ ദുരന്തങ്ങളിലും നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ ജോലിയിലും സമ്പത്തിലും അള്ളാഹു നമുക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം സഹോദരി സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ, എന്ത് വെല്ലുവിളികളെയും തിരിച്ചു മുന്നോട്ട് പോകാൻ, ഒരാക്ഷേപകാരൻ്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ആർജവം നൽകി അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്തൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചു വിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന മുഅ്മിനീങ്ങളിൽ, യഥാർത്ഥ വിജയികളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.